3000 RPM തന്നെ നമുക്ക് ആ 36 NM ടോർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് വലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ് ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ പുതിയ മാവറിക് 440 ആട്ടോ. ഈ വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു വണ്ടി കേട്ടോ. ഇപ്പം അധികം ആൾക്കാർക്കും ഈ വണ്ടിയെ പറ്റി അറിയത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയാവുന്നവരുണ്ട്, അറിയാവുന്നവർ വന്നിട്ട് ചീത്തയൊന്നും വിളിക്കില്ലേ. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഇല്ലേ, X440, അതിൻ്റെ ഒരു ഹീറോയുടെ വേരിയൻ്റ് കേട്ടോ ഈ കാണുന്ന വണ്ടി. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 60,000 to 70,000 റുപ്പീസ് കൂടുതൽ ഹാർലി ഡേവിഡ്സൺ വരുന്ന ടൈമിൽ ഇത് വെച്ചിട്ട് ആ വണ്ടി എടുക്കണോ, വണ്ടി വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് അധികം കിട്ടുന്ന കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്കിനി ഫ്രണ്ട് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഫ്രണ്ട് ലുക്സ് നമ്മൾ നോക്കുന്ന ടൈമിൽ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ഒരു LED യൂണിറ്റ്സ് ആട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഹാർലി ഡേവിഡ്സണിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ അതിനകത്ത് പാറ്റേണിനകത്തും ഡീറ്റെയിലിങ്ങിനകത്തും ഒക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പൾസിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന ഒരു H ഷേപ്പിലുള്ള DRL സെറ്റപ്പ് ആട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഫോർക്ക് നോക്കുന്ന ടൈമിൽ ഒരു 43 mm ടെലിസ്കോപ്പിക് ഫോർക്ക് ആട്ടോ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രോസ് കട്ടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ നോക്കുന്ന ടൈമിൽ അതിനകത്ത് USD ഫോർക്ക് വരുന്നുണ്ട്. ഇത് സസ്പെൻഷൻ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ കേട്ടോ. എനിക്ക് പല തവണയാണെങ്കിൽ ഈ സസ്പെൻഷൻ ബോട്ടം ഔട്ട് ചെയ്യുന്നതായിട്ടൊക്കെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് സെറ്റപ്പ് നോക്കുന്ന ടൈമിൽ 320 mm ബ്രേക്സ് ആട്ടോ വന്നേക്കുന്നത്. ബ്രേക്കിൻ്റെ ഫീല് ഒരു സ്പോഞ്ചി ബ്രേക്കിംഗ് ഫീൽ ആട്ടോ ഫ്രണ്ട് ബ്രേക്കിങ്ങിന് നമുക്ക് തോന്നുന്നത്. പിന്നെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 110 17 ടയേഴ്സ് ആട്ടോ ഫ്രണ്ട് വന്നേക്കുന്നത്. റെയിൽ ടയേഴ്സ് അല്ല വന്നേക്കുന്നത്, MRFൻ്റെ നോർമൽ ടയേഴ്സാണ് വന്നേക്കുന്നത്. ഒരുവിധം ഗ്രിപ്പും കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ സൈഡിലത്തെ ലുക്സിലേക്ക് വരുന്ന ടൈമിൽ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ടാങ്ക് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ടാങ്ക് അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ ബൾക്കിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പോലും ഇതിനകത്ത് ഒരു 13.5 ലിറ്റേഴ്സിൻ്റെ ടാങ്കേ ഉള്ളൂ കേട്ടോ. ടാങ്ക് റേഞ്ചും അത്യാവശ്യം ഷോക്കാണ്. എന്ന് വെച്ചാൽ ഒരു 440 cc വരുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ ടാങ്ക് റേഞ്ച് ഒന്ന് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എൻജിൻ സെറ്റപ്പ് നോക്കുന്ന ടൈമിൽ ഏകദേശം 27 PS പവറും 36 NM ടോർക്കും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹാർലി ഡേവിഡ്സൺ വെച്ച് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് 1 NM ടോർക്ക് കുറവാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് അങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ ഹാർലി ഡേവിഡ്സണിനെക്കാട്ടി ഏകദേശം 3-4 കിലോ ഇതിനകത്ത് കുറവ് വരുന്നുണ്ട്. ഒരു ഇത് വെച്ച് നോക്കുന്ന ടൈമിൽ നമുക്ക് ആ 1 NM ടോർക്കിൻ്റെ വ്യത്യാസം വലുതായിട്ട് ഇതിനകത്ത് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഒരു മാരക ടോർക്കി മിഷനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് ഈ ഒരു 2000 RPM തന്നെ നമുക്ക് ഏകദേശമല്ല, ആ ഒരു നമ്മുടെ ടോർക്കിൻ്റെ ഒരു 90% നമുക്ക് കിട്ടുന്നുണ്ട് ആ 2000 RPM തന്നെ. 2000 RPM എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ എന്തോ ഉണ്ടെന്ന്. ആ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കേണ്ട താമസം ആ 2000 RPM തന്നെ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര സ്ലോ സ്പീഡിൽ പോയാലും വണ്ടി അങ്ങനെ നോക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ടിൻ സസ്പെൻഷൻ ഞാൻ ബാക്കിൽ വന്നേക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നോക്കുന്ന ടൈമിൽ 240 mm ഡിസ്ക് ആട്ടോ ബാക്കിൽ വന്നേക്കുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് അത്യാവശ്യം ബൈറ്റ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ബൈറ്റ് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടയർ സെക്ഷൻ നമ്മൾ നോക്കുന്ന ടൈമിൽ 150 60 R17 ടയേഴ്സ് ആട്ടോ നമുക്ക് ബാക്കിൽ വന്നേക്കുന്നത്. ബാക്കിലത്തെ ടയർ റേഡിയൽ ടയറാണ് വന്നേക്കുന്നത്. കുഴപ്പമില്ലാത്ത ഒരു ഗ്രിപ്പും കാര്യങ്ങളും തരുന്നുണ്ട്. അത്രയ്ക്ക് ഒരു ഗ്രിപ്പും കോൺഫിഡൻസും ഇൻസ്പയർ ചെയ്യുന്ന ടയറൊന്നുമല്ല. ഒരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ പോലെ വന്ന് ഇത് കണ്ടില്ലേ, അത് പെട്ടെന്നങ്ങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് തന്നെ കണ്ടില്ലേ. പിന്നെ ഈ ടെയിലും വലിയൊരു സുഖമൊന്നുമില്ല കാണാനായിട്ട്. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ നോക്കുന്ന ടൈമിൽ ഇവിടെ ഒരു കിൽ സ്വിച്ചും ഇഗ്നിഷനും ഇവിടെ തന്നെ വന്നേക്കും കേട്ടോ. ഒരു ഹസാഡിൻ്റെ ലൈറ്റും വന്നേപ്പോൾ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു SOS മെസ്സേജ് അയക്കാൻ പറ്റും. നമുക്ക് ഹീറോയ്ക്ക് ഒരു SOS മെസ്സേജ് അയക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വന്നേപ്പോൾ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് നോക്കുന്ന ടൈമിൽ ഇവിടെ ആണ് ലോ ബീം, ഹൈ ബീം, പാസ് ബാക്കിലാണ് വന്നേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കും കേട്ടോ. ഇവിടെ ഒന്നുമില്ല. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഹോണ് കുഴപ്പമില്ല, ഹോണ് അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു ഹോണാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ചാർജിങ് സോക്കറ്റും വന്നേപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മീറ്റർ നോക്കുന്ന ടൈമിൽ TFT ഡിസ്പ്ലേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TFT ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരുവിധം കളറുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചെറിയൊരു ഡിസ്പ്ലേ വന്നേക്കുന്നത്. ഇവിടെ ഫുള്ള് വാണിംഗ് ലാംപ്സ് വന്നപ്പോൾ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ RPM മീറ്റർ കാണിച്ചപ്പോൾ ഉണ്ട്. ഇവിടെ സ്പീഡോ മീറ്റർ, ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇവിടെ ടൈം, ഇവിടെ ഫ്യൂൽ ഗേജ്,
പിന്നെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന ഇവിടെ കേട്ടോ, ഇവിടെ കൊടുക്കാനുള്ള സ്വിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ ഉണ്ട്. നമ്മുടെ ഹാർലി ഡേവിഡ്സനകത്തൊക്കെ വന്നേക്കുന്ന ഇവിടെ ഒരു ജോയിസ്റ്റിക്ക് പോലൊരു സംഭവമുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ വന്നേപ്പോലെ ഇതിനകത്ത് വന്നേക്കുന്ന ഇവിടെ കേട്ടോ. ഇത് പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ഏകദേശം 70,000 രൂപയുടെ വ്യത്യാസം എന്തോ വരുന്നുണ്ട് ബേസ് മോഡലിൽ തന്നെ. ട്രിപ്പ് എ, ട്രിപ്പ് ബി, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ. പിന്നെ എനിക്ക് അത്യാവശ്യം ബൾക്കായിട്ടുള്ള ഒരു ടാങ്ക് കേട്ടോ. ഇതിനകത്ത് എല്ലാം വന്നേക്കുന്ന മെറ്റലാണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഇതിനകത്ത് നമുക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു 5.5 കേട്ടോ. അത് വെച്ചിട്ട് എനിക്ക് രണ്ട് സൈഡും കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗത്ത് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. വണ്ടിയുടെ ഒരു റൈഡ് ഫീൽ എന്നൊക്കെ പറയുന്നത് വണ്ടി അത്യാവശ്യം നല്ല എനർജറ്റിക് കേട്ടോ. എനർജറ്റിക് എന്ന് പറയുമ്പം വണ്ടി എന്താ പറയുന്നത്, പവർ കൊണ്ടല്ല നമ്മളെ പേടിപ്പിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ടോർക്ക് കൊണ്ടാണ് നമ്മളെ പേടിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഈ അടുത്തതായിട്ട് റിവ്യൂ ചെയ്ത ഒട്ടുമിക്ക വണ്ടിക്ക് അത് ആ ഒരു ക്യാരക്ടറുള്ള ഒരു വണ്ടിയാണ്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത ട്രയംഫിൻ്റെ സ്പീഡ് 400 അടിക്കുക, ഏകദേശം അതിൻ്റെ ഒരു ക്യാരക്ടറൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ അത്ര ഒരു ടോർക്ക് ഇതിൻ്റെ അത്ര ഒരു ടോർക്ക് അതിനകത്തില്ല, അതിൻ്റെ അത്ര ഒരു പവർ ഇതിനകത്തില്ല. രണ്ട് ഒരു രീതിക്കുള്ള വണ്ടിയാണെങ്കിൽ പോലും എന്താ പറയുന്നത്, നമുക്ക് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ നമുക്ക് ഈ വണ്ടിക്കകത്തുനിന്ന് തോന്നും കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു 36 Nm ടോർക്കാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു 36 Nm ടോർക്ക് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ വെറും നിസാര 2000 RPM-ലാണ് നമുക്കത് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കേണ്ട താമസം, ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ടോർക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് 6 സ്പീഡ് ഗിയർ ബോക്സാണ് വന്നേക്കുന്നത്. അതൊരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒന്ന് ക്രൂസ് ചെയ്യുകയെന്ന് വെച്ചോ, ഇപ്പം ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഒരു വണ്ടിക്കകത്ത് നമ്മൾ ക്രൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ലാസ്റ്റത്തെ ഗിയർ ഇങ്ങനെ റബ്ബ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതേസമയം ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റിലാക്സ് ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഗിയറാട്ടോ ഈ 6ാമത്തെ ഗിയർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ക്ലച്ച് ഫീലൊക്കെ നോക്കുന്ന ടൈമിൽ ക്ലച്ച് അത്യാവശ്യം നല്ല ടൈറ്റ് ആട്ടോ. പിന്നെ ഇതിനകത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, അതിൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാര്യമായിട്ടുള്ള റെയർ വീല് സ്ലൈഡ് ആകുകയോ പോക്കാകുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിനെ പറ്റി പറയുന്ന ടൈമിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഒരു ഒരു സ്പോഞ്ചി ബ്രേക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ ഈ ട്രയംഫിലും ബാക്കിയുള്ള വണ്ടികളിലൊക്കെ നമ്മുടെ ഉദാഹരണത്തിന് KTMസിലൊക്കെ കണ്ടുവന്നേക്കുന്ന പോലെയുള്ള ഒരു ഭയങ്കര മാരക ബൈറ്റുള്ളൊരു ഇതല്ല കേട്ടോ. ഇതിപ്പം ചെറിയൊരു കയറ്റമാണ്. ആ കയറ്റത്തിൽ വരാൻ എനിക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടിയാണെങ്കിൽ നൈസിനാട്ടോ കയറി പോകുന്നത്, കണ്ടില്ലേ? വണ്ടി നൈസിന് അങ്ങ് പിക്ക് ചെയ്യുക. അതാ ഇൻസ്റ്റൻറ്റ് ടോർക്കുള്ളതിൻ്റെ ഗുണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ കോർണർ ചെയ്യുന്ന ടൈമിൽ അധികം ഒരു കോൺഫിഡൻസ് തരുന്നില്ല, എന്നെങ്കിൽ പോലും കുഴപ്പമില്ലാതെ കോർണർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിന് ഏകദേശം ഒരു 180 കിലോസിനടുത്ത് ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഒരു ആംഗിൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വെയിറ്റ് നമ്മളെ അങ്ങോട്ട് ബോധറാക്കി തുടങ്ങുന്നുണ്ട് കേട്ടോ. വെയിറ്റുള്ള വണ്ടിയാണെന്ന് നമുക്കൊരു ഫീല് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഓടിക്കുന്ന ടൈമിലത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കോർണർ ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. കോർണർ ചെയ്യുന്ന ടൈമിൽ ഒരു ആംഗിൾ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ വെയിറ്റ് നമുക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രണ്ടിലത്തെ ബ്രേക്കിങ്ങിൻ്റെ ഒരു സ്പോഞ്ച് ബ്രേക്കിംഗ് കേട്ടോ. നമ്മൾ KTMC കണ്ടുവന്ന പോലെയുള്ള ഷാർപ്പ് ബ്രേക്കിംഗ് ഒന്നുമല്ല. ഇതൊരു ക്രൂസറായിട്ടുള്ള ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ഒരു ടൈപ്പിലുള്ള ഒരു ബ്രേക്കിംഗ് എഴുതി കൊടുത്തേക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാട്ടോ ഇത്. ഇതിൻ്റെ വൈബ്രേഷനെ പറ്റി പറയുന്ന ടൈമിൽ എനിക്ക് കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും തോന്നുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 1000 RPM-ൽ തന്നെ നമുക്ക് ആ 36 Nm ടോർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് വലിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ റെഡ് ലൈൻ ചെയ്യിക്കുന്ന ടൈമിലാണ് നമുക്ക് അത്യാവശ്യം ഒന്ന് ഇത് തോന്നുന്നത്, എന്നുവെച്ചാൽ വൈബ്രേഷന് തോന്നുന്നത്. വൈബ്രേഷൻ മെയിനായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഈ ഹാൻഡിൽ ബാർസിൽ, പിന്നെ ഫുഡ് പെഗ്സിൽ, ഇവിടെ രണ്ടിടത്തും മെയിനായിട്ട് നമുക്ക് ആ ഒരു വൈബ്രേഷന് നമുക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഗിയർ ബോക്സ് നോക്കുന്ന ടൈമിൽ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അതിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നുന്നില്ല.
ഒന്ന് ഓപ്പൺ റോഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അത്യാവശ്യം ഒന്ന് കൈ കൊടുത്ത് കാണിക്കായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അധികം കൈ കൊടുക്കുന്നില്ല, എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും ഇതിനകത്ത്. ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു പഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗിയർ അങ്ങോട്ട് ഡൗൺ ചെയ്ത് ഓടിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 47 സ്പീഡ് 6ാമത്തെ ഗിയർ വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. എനിക്ക് ആ ഒരു പഞ്ച് എപ്പോഴും വേണം, അതുകൊണ്ടാണ് ഞാൻ ഒരു ഗിയർ എപ്പോഴും ഡൗൺ ചെയ്തിട്ട് ഓടിക്കുന്നത്. പിന്നെ വൈബ്രേഷൻ കാര്യം ഞാൻ പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ടോർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം വലിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് വണ്ടി. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഒരു 150cc ഒക്കെ ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി കേട്ടോ. എന്നുവെച്ചാൽ ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രശ്നങ്ങളില്ല, എന്നുവെച്ചാൽ മാരകമായിട്ടുള്ള പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോർക്ക് കൊണ്ട് നമ്മളെ പേടിപ്പിക്കും കേട്ടോ. എന്നുവെച്ചാൽ പില്യൺ ഇരിക്കുന്ന സമയത്ത് പില്യണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറച്ചൊരു പില്യണായിട്ട് ഇരുന്നു കേട്ടോ. ആ സമയത്ത് ഒരു ഇത് തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ നല്ല എന്നുവെച്ചാൽ നമ്മൾ പുറകോട്ട് ഇങ്ങനെ അങ്ങ് വരുക. ഇപ്പോഴും എൻ്റെ പുറകിന് പില്യൺ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്വിക്കായിട്ട് കൈ കൊടുക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഹീറ്റിങ്ങിനെ പറ്റി പറയുന്ന ടൈമിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഒരു 400-450cc ഹീറ്റ് ആവുന്ന അത്രയൊന്നും ഇത് ഹീറ്റ് ആവുന്നില്ല. അത്ര പവർ ഔട്ട്പുട്ട് കാര്യങ്ങളോ ഒന്നും ഇത് ഉണ്ടാക്കുന്നില്ല. ഈ വണ്ടി ശരിക്കും ഒരു ഹൈവേ ക്രൂസിങ്ങിന് പറ്റിയ ഒരു ക്രൂസർ വണ്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ക്രൂസർ എന്ന് ഞാൻ പറയുന്നെങ്കിലും ഇതിൻ്റെ ലുക്കും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് ഞാൻ ക്രൂസർ എന്ന് പറയുന്നില്ല, ഒരു റോഡ്സ്റ്റർ എന്ന് വിളിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. ആ ഒരു സെറ്റപ്പിലുള്ള വണ്ടിയാണ് ഇത്. ശരിക്കും ഇത് തീർച്ചയായിട്ടും നല്ലൊരു വണ്ടിയാണ് കേട്ടോ, എനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നോക്കിയാലും അത്യാവശ്യം നല്ല ഫീൽ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിലത്തെ 240mm ആണ് ഡിസ്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം നല്ലൊരു ബൈറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻസ്റ്റന്റ് ടോർക്കാ കേട്ടോ. ടോർക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടോർക്കാണ് വണ്ടിക്കകത്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരെണ്ണം ടോർക്കൊന്നും നമ്മൾ മിസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരെണ്ണം ടോർക്ക് വേണമെന്നില്ല, ആ ഒരെണ്ണം ടോർക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ലെവല് തന്നെ വേറെ ആയിപ്പോയെന്ന്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഹാർലിക്കകത്ത് ഇതിനെക്കാട്ടി ഏകദേശം 4 കിലോയുടെ വ്യത്യാസം എന്തോ വരുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കണം അതിനകത്ത് ഒരു 1 NM ടോർക്ക് അധികം കൊടുത്തത്. ഇതിപ്പോൾ തന്നെ ടോർക്ക് കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മൈലേജ് ഒക്കെ നോക്കുന്ന ടൈമിൽ ഏകദേശം ഒരു 25 to 28 ആ റേഞ്ചിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. എങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണോടെ ഞെക്കുക. ഗൈസ് ഈ നോമ്പും പിടിച്ചിട്ട് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ട് കേട്ടോ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഒക്കെ ഇടുകയാണെങ്കിൽ അത് നല്ല സപ്പോർട്ടായിരിക്കും. പിന്നെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു മാവറിക് 440 റിവ്യൂ ചെയ്യാൻ തന്നേക്കുന്ന നമ്മുടെ BH ഹീറോയാ കേട്ടോ.